വണക്കം. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം മൂർജിച്ചു വരികയാണ്. ഇസ്രായേലിന്റെ അടി പട്ടപട്ടാന്ന് കൊണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നുള്ളത് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള, അതായത് ഏറ്റവും വലിയ തലവൻ, ആ തലവന്റെ താഴെ നിൽക്കുന്ന വേറൊരുത്തനുണ്ട്. അവന്റെ പേരാണ് അലി കരാക്കി. ആ അലി കരാക്കിയെ ഇസ്രായേൽ ഹൂറികളുടെ അടുത്തോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഇനി പറഞ്ഞയക്കാനുള്ളത് നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവനെയാണ്. ഹമാസിനെ ഇസ്രായേൽ അടിച്ചൊതുക്കി ചാക്കി കയറ്റിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഹിസ്ബുള്ളയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലബനനിൽ നിന്ന് ആൾക്കാർ കൂട്ടത്തോടുകൂടി പലായനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ലബനനിൽ നിന്ന് ആൾക്കാർ കൂട്ടത്തോടുകൂടി പലായനം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ഹിസ്ബുള്ള പറയുന്നുണ്ട് ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും എല്ലാം മരിച്ചു വീഴുന്നു എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. പക്ഷേ ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത് ഇവർക്കിടയിൽ, അതായത് സിവിലിയൻസിന്റെ ഇടയിലാണ് ഹിസ്ബുള്ളയുടെ സ്ലീപ്പർ സെല്ലുകൾ ധാരാളമുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പേജർ ആക്രമണം. പേജർ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ച് മരിച്ച ഭൂരിഭാഗം എണ്ണവും സ്ലീപ്പർ സെല്ലുകളായിരുന്നു. അങ്ങനെയുള്ള സ്ലീപ്പർ സെല്ലുകളാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് പല ഭാഗത്തേക്ക് കൂട്ടപ്പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സിവിലിയൻസും ഉണ്ട്. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ലബനനിലെ ജനതയാണ് കൂട്ടത്തോടുകൂടി പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവർ കൂട്ടത്തോടുകൂടി പലായനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം തരാം എന്ന് അവന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഒരു ചുക്കും ചുണ്ണാമ്പും കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. വേറെ ഒരു എക്സാമ്പിളും എടുത്ത് നോക്കട്ടെ. നേരെ ഓൾ ഐസ് ഓൺ റഫയും ഗാസയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കയറി അടിച്ചോ എന്ന് പറഞ്ഞ രാജ്യങ്ങളെല്ലാം, GCC രാജ്യങ്ങൾ പോലും അവർ അഭയാർത്ഥികളായി മാറിയപ്പോൾ ഈജിപ്റ്റ് പോലും അവരുടെ വാതിൽ തുറന്നു കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം ഈജിപ്തിന് ഇനി ഇസ്രായേലിന്റെ അടികൊള്ളാൻ വയ്യ. അതുകൊണ്ടാണ് ഈജിപ്റ്റ് പോലും ഹമാസ് അവിടെ ആക്രമണം നടത്തിയപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത പാലസ്തീനിലെ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാത്തത് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കും. പക്ഷേ അവരെ തങ്ങളുടെ രാജ്യത്തോട്ട് കയറ്റാനായിട്ട് തയ്യാറാവില്ല. സൗദി അറേബ്യ പിന്നെ പണ്ടേ തയ്യാറാവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സൗദി അറേബ്യ പാലസ്തീനെതിരെയൊക്കെയാണ് വോട്ട് ചെയ്തിട്ടുള്ള UN എന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ. ഇതാണ് ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രായേലിലെ ക്രൈസ്തവരുടെ ഏറ്റവും ഡിവൈൻ ആയിട്ടുള്ള ദേവാലയത്തിലേക്ക്, അതായത് നസറേത്തിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ്. നസറേത്തിലേക്ക് ആക്രമണം നടത്തിയത് മാത്രമേ ഹിസ്ബുള്ളയ്ക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം 650 ഇടങ്ങളിലേക്കാണ് ഇസ്രായേല് തുരുതുരുതുരാ ആക്രമണം നടത്തിയത് ലബനനിൽ എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ മരണം 700 അടുക്കുന്നു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വേറൊരു സുപ്രധാനമായിട്ടുള്ള മൂന്നാമത്തെ റിപ്പോർട്ട് ഇത് വന്നിട്ട് ഹിസ്ബുള്ളയുടെ 50% സൈനിക ശേഷി ഇസ്രായേൽ മുടിച്ചിട്ടെ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ മുഴുവൻ സൈനികരെയും തീർത്താൽ മാത്രമേ പിൻവാങ്ങിയുള്ളൂ. പക്ഷെ ഇപ്പോൾ 50% ഹിസ്ബുള്ള സൈനിക ശക്തിയും സൈനിക ശേഷിയും ഞങ്ങൾ ഭസ്മമാക്കി എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഇത് കേട്ട് ഹിസ്ബുള്ള അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് ഇപ്പോഴും ധാരാളം സൈനികരുണ്ട്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ യുവന്മാര് അടി കൊണ്ട് അങ്ങോട്ട് പടപടാന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പോരാത്തതിന് ഹിസ്ബുള്ളയുടെ 50% സൈനിക ശേഷി തീർത്തു എന്ന് പറയുമ്പോഴും ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും പ്രബലരാണ്, ഞങ്ങൾക്ക് ഇപ്പോഴും സൈനിക ശക്തിയുണ്ട്. നമ്മുടെ CD മൂസയിൽ ജഗതി വെടികൊണ്ടിട്ട് താഴെ വീണ് കിടന്നിട്ട് മണ്ണെടുത്തിട്ട് പറയും പോലെയാണ് യുവന്മാര് ഹിസ്ബുള്ള ഭീകരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അത്രയ്ക്ക് ഭീകരമായിട്ടാണ് അടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കൊള്ളുന്നെങ്കിൽ കൊള്ളട്ട് എന്ന് പറഞ്ഞിട്ട് 100 റോക്കറ്റ് ഇവിടെ നിന്ന് തൊടുത്ത് അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 100 റോക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തൊടുത്ത് വിട്ടപ്പം ഒരെണ്ണം പോലും ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇസ്രായേൽ തുരുതുരാന്ന് ആക്രമണം നടത്തി. ജഗതി പറയും പോലെ ഒരടി മിസ്സായില്ല എന്ന് പറയുന്നത് പോലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് സാരമായിട്ടുള്ള പരിക്ക് പറ്റി. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ സകലതും തകർന്ന് തരിപ്പണമായി എന്നറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്യുന്നത് വടക്കൻ ഇസ്രായേലിലെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളുമാണ്. അവിടേക്കാണ് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ചൈനയും റഷ്യയും അമേരിക്കയും. ആരാണ്? ചൈനയും റഷ്യയും. ഇതാണ് ഏറ്റവും വലിയ കോമഡി. റഷ്യയാണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ, യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞിട്ട് പുതിൻ നേരെ അപ്പുറത്ത് പോയിട്ട് സെലൻസ്കിയുടെ അടിയിൽ കൊണ്ട് ബോംബ് വെച്ചു. സെലൻസ്കിയുടെ അടിയിൽ കൊണ്ട് ബോംബ് വെച്ചു. കസേര ഇരിക്കുന്നതിൻ്റെ അടിയിൽ കൊണ്ട് ബോംബ് വെച്ചു. പോലത്തെ ഇന്നലെ റഷ്യയിൽ നിന്ന് ഏറ്റവും വലിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് യുക്രൈനിലെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് ഇനി വന്നു കഴിഞ്ഞാൽ നിന്റെ കണ്ടം വലിച്ചു കീറും എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. ആ റഷ്യയുടെ പുതിനാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവൂ, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ കോമഡി. അതിന്റെ പുറകെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന്. അമേരിക്ക അത് പറയുമ്പോൾ അമേരിക്കയുടെ വേറൊരു കാര്യം ആലോചിക്കണം. അമേരിക്കയുടെ ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ അവിടെ വന്ന് കിടക്കുകയാണ്. ആ യമനിലെ ഹൂതികളെ തീർക്കാനായിട്ടും പിന്നെ ഒമാൻ കടലിടുക്കിന്റെ അവിടെ ഒരു
ട്രൂപ്പ് വന്ന് കിടപ്പുണ്ട്. പിന്നെ അമേരിക്ക കഴിഞ്ഞ ദിവസം ഒരു വിമാനവാഹിനി കപ്പലിൽ ഞങ്ങളുണ്ട് യുദ്ധത്തിന്, ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം അയച്ചിട്ടുണ്ട്. ആ സാധനത്തിന്റെ പേരാണ് US സ്ട്രോമാൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഡിസ്ട്രോയിഡുകൾ 2 അമേരിക്ക അയച്ചിട്ടുണ്ട്. 2 ഡിസ്ട്രോയിഡും US സ്ട്രോമാൻ എന്ന് പറയുന്ന വിമാനവാഹിനി വലിയൊരു കപ്പലും അമേരിക്ക അയച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സൈനികരെല്ലാം ഏകോപിപ്പിച്ച് അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്നത് പോലെ ഓടി കയറി എല്ലാ എണ്ണത്തിനെ അടിച്ചു കീറാനാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അമേരിക്ക ഇസ്രായേലിന്റെ കൂടെയാണ് ഇപ്പോഴും. പിന്നെ അമേരിക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും യുദ്ധത്തിന് ഒരു പരിഹാരമല്ല, നിർത്തണേന്ന്. അത് അവരുടെ അടവ് നയം. അതായത് ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അങ്ങനെ പറയുകയും ചെയ്യും. അടി കൂടെ അമേരിക്ക അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും, കയറി അടി എന്ന് പറയുകയും ചെയ്യും. അതാണ് അമേരിക്കയുടെ കുഴപ്പമെന്ന് പറയുന്നത്. പിന്നെ ചൈന കോവിഡ് എന്ന് പറയുന്ന ബയോ വെപ്പൺ പരത്തി ലോകം മുഴുവൻ പ്രതിസന്ധിയിലാക്കിയ ഒരു ബയോ വാർ സൃഷ്ടിച്ച ഈ 3 രാജ്യങ്ങളുമാണ് പറയുന്നത് യുദ്ധം ഒന്നിന് ഒരു പരിഹാരമല്ല മക്കളെ എന്ന്. ഇന്ത്യ പറഞ്ഞെങ്കിൽ എന്തോന്ന് വേണം, ഇന്ത്യ പറഞ്ഞെങ്കിൽ പിന്നെ ഇതുണ്ട്. പക്ഷെ ഇന്ത്യ അതങ്ങനെ പറയില്ല. ഇന്ത്യ ആരുടെയും കൂടെ ചേരില്ല. ഇന്ത്യ ഇവിടെ വന്ന് പറയും ഞങ്ങൾ പലസ്തീനിലെ ജനതയ്ക്കൊപ്പമാണ് എന്ന് പറയും. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് മോദി പറയും ഇസ്രായേലിലേക്ക് ആയുധം കെട്ടി അയക്കണല്ലേ, നല്ലപോലെ അയച്ചു കൊടുക്കും, നല്ല വെടിക്കോപ്പും നല്ല കാര്യങ്ങളും നല്ല റോക്കറ്റ് ലോഞ്ചറൊക്കെ അയച്ചു കൊടുക്കും, അവരെ അണ്ണാക്കി അടിച്ചിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും നരേന്ദ്രമോദി. അതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇനി പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 650 ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ കൊന്നുകളഞ്ഞ ഇന്നലെ ഇസ്രായേൽ, അതായത് ഡെയിലി ഹിസ്ബുള്ള ഭീകരന്മാർ ഓരോരുത്തന്മാരായിട്ട് വലിയ നേതാക്കന്മാരായിട്ട് തട്ടി പണ്ടാൻ തുടങ്ങി പോവുകയാണ്. അതിൽ അബു മൂസ എന്ന് പറയുന്ന ഇവന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം അലി കരാക്കി കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് ഹമാസിന്റെ യഹ്യ സിൻവാറിനെ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചു. ഇങ്ങനെ സകല ആൾക്കാരെയും അയച്ച് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ കമാൻഡറായിട്ടുള്ള അബു മൂസ എന്ന് പറയുന്ന ആളെയാണ് തട്ടി തോളി കയറ്റിയിരിക്കുന്നത്. അയാളെയാണ് ഇപ്പോൾ ഹൂറികളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധം എന്ന രീതിയിൽ വലിയ രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ മോശമൊന്നുമില്ല, പക്ഷേ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളൊന്നും ലക്ഷ്യം കാണുന്നില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഹിസ്ബുള്ള നിരന്തരം റോക്കറ്റ് അയക്കുന്നുണ്ട്. നസ്രയത്തിലേക്കും റോക്കറ്റ് അയക്കുന്നുണ്ട്, അപ്പുറത്തും റോക്കറ്റ് അയക്കുന്നുണ്ട്, വടക്കൻ ഇസ്രായേലിൽ തുരുതുരാ റോക്കറ്റ് അയക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും അവന്മാരുടെ കോൺഫിഡൻസ് സംഭവിച്ചു നോക്കണം. തളരില്ല എന്ന് പറഞ്ഞു, വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞ രീതിയിലാണ് റോക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യുദ്ധത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക വലിയ സൈനികരെയും ഡിസ്ട്രോയിഡുകളെയും അയച്ചതിന് ശേഷം അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിനെ ഒരു കരയുദ്ധമാക്കി മാറ്റാനുള്ളതാണ്. കരയുദ്ധമാക്കി മാറ്റിക്കഴിഞ്ഞാൽ സിവിലിയൻസ് കൂടുതൽ ബാധിക്കപ്പെടില്ല എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം വരും എന്ന് വലിയ രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. യുദ്ധം വന്നേനെ. പക്ഷെ ആയത്തുള്ള ഖൊമേനി നമുക്ക് യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് ഇസ്രായേലിന്റെ ഏത് ശക്തിയെ കണ്ട് പേടിച്ചിട്ടാണെന്ന് അറിയാമോ? ഇസ്രായേലിന്റെ എയർഫോഴ്സ് എന്ന് പറയുന്നത് അതിഗംഭീരവും അതിഭീകരവുമായിട്ടുള്ള എയർഫോഴ്സ് ആണ് ഇസ്രായേലിനുള്ളത്. ഇസ്രായേലിന് നേവിയുണ്ട്, ആർമിയുണ്ട്, പക്ഷേ ഏറ്റവും ശക്തം ഇസ്രായേലിന്റെ എയർഫോഴ്സ് ആണ്. ഇനിയുള്ള യുദ്ധത്തിലെല്ലാം കരയുദ്ധങ്ങൾ കുറവായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇന്ത്യ തന്നെ ഡ്രോണുകൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അമേരിക്കയുടെ കയ്യിൽ നിന്ന്, MQ-9 എന്ന് പറയുന്ന ഡ്രോണുകൾ. ആ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഡാറിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡ്രോണുകളാണ്. ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകരനെ അമേരിക്ക തട്ടിയപ്പോൾ ഇന്ത്യ ആ ഡ്രോണുകളിൽ നോട്ടം ഇട്ട് വെച്ചാണ്. ഡ്രോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ ഡ്രോണൊന്നല്ല, ഒരു കൊച്ചു വിമാനത്തിന്റെ അത്രയും വലിപ്പമുള്ള ഡ്രോണാണ് MQ-9 എന്ന് പറയുന്ന ഡ്രോണുകൾ. അപ്പോൾ ഇനിയുള്ള യുദ്ധം എന്ന് പറയുന്നത് ലോകം നടത്താൻ പോകുന്നത് ഇത്തരത്തിലായിരിക്കും. വ്യോമാക്രമണമാണ് ഇനിയുള്ള യുദ്ധത്തിൽ പ്രധാന യുദ്ധമുറയായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വ്യോമസേന അതിഭീകരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ വ്യോമസേനയും വ്യോമാക്രമണം നടത്തുമ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും ഹിസ്ബുള്ള ഭീകരന്മാരും എല്ലാം തകർന്നടിയും. ഹിസ്ബുള്ള മാത്രമല്ല, ഇറാനും അത് കണ്ടുകൊണ്ടാണ്. കാരണം ഇറാന്റെ വ്യോമസേന എന്ന് പറഞ്ഞാൽ വളരെ പോറാണെന്ന് മാത്രമല്ല പഴകിയ വിമാനങ്ങളാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ കയ്യിൽ മോസ്റ്റ് മോഡേൺ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ആണ് ഇരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ തടി കേടാവും എന്ന് ഇറാന് മനസ്സിലായത് കൊണ്ടാണ് ഇറാൻ എന്ത് ചെയ്തത്? ഇറാൻ യുദ്ധം വേണ്ട, ഞങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോഴും ഹിസ്ബുള്ളയെ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ അടിക്കാത്തത്? ഇറാന് കൃത്യമായിട്ട് അറിയാം ഇസ്രായേലിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അടിച്ചാൽ ഇസ്രായേലിന്റെ തിരിച്ചടി തങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇറാൻ കൊന്നാലും ഞങ്ങൾ ആയുധം ഉയർത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇസ്രായേൽ വലിയ രീതിയിൽ ഹിസ്ബുള്ള ഭീകരന്മാരെ കൊന്നു മുന്നേറുകയാണ്. 50% ആൾക്കാരെയും അവർ തീർത്തു കഴിഞ്ഞു എന്നാണ് ഇസ്രായേലിന്റെ പുതിയ വാദം. അപ്പൊ ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.